മൊഴി നൽകുകയും പരാതി നൽകുകയും ഒക്കെയായിരുന്നു സ്വാതി മലിവാൾ ചെയ്തത്. പിന്നീട് അസാധാരണമായ നടപടികളൊക്കെ ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാതി മലിവാളിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും സ്വാഗതം പുനഃസൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിനിടെ AAP കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഇന്നിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ബൈഫവ് കുമാർ ഇത്തരത്തിൽ സ്വാതി മലിവാളിനെ മർദ്ദിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ തന്നെയാണ് AAP അവരുടെ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് കെജ്രിവാളിന്റെ വീട്ടിൽ സ്വാതി മലിവാൾ എത്തിയപ്പോഴും തിരിച്ചു പോകുമ്പോഴും യാതൊരു പരിക്കുകളും ഉണ്ടായതായിട്ട് കാണുന്നില്ല. പക്ഷെ പിന്നീട് ഈ സ്വാതി മലിവാൾ അവിടെ എത്തുമ്പോഴൊക്കെ മുടന്തി നടക്കുന്നതായിട്ടുള്ളതൊക്കെ കാണുന്നുണ്ട്. അതിനാൽ തന്നെ AAP ഇപ്പോൾ ചോദിക്കുന്നത് അതിവേഗത്തിൽ നടന്നു പോകാൻ പറ്റിയിരുന്ന സ്വാതിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ ക്യാമറകൾക്ക്, വാർത്താ ചാനലുകളുടെ ക്യാമറകൾക്കൊക്കെ മുമ്പിൽ മുടന്തി നടക്കാൻ ആരാണ് അത്തരത്തിലൊരു ഐഡിയ പറഞ്ഞു തന്ന, അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതൊക്കെയാണ് AAP ഇപ്പോൾ എന്തായാലും ആരോപിക്കുന്നത്. എന്തായാലും ബൈഫവ് സ്വാതിക്കെതിരെയും പരാതി കൊടുത്തിരുന്നെങ്കിലും അതിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. സ്വാതി മലിവാളിന്റെ പരാതിയിലാണ് ഇപ്പോൾ ബൈഫവ് കുമാറിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനിടെ സ്വാതിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദില്ലി എയിംസിലാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തത്. അതിൽ സ്വാതിയുടെ ശരീരത്ത് 3 ഭാഗങ്ങളിൽ പരിക്കുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും BJP രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ BJP ആണ് ഇതിന് പിന്നിലെന്നുള്ള ശക്തമായ ആരോപണം തന്നെ AAP ഉയർത്തിക്കൊണ്ടുമിരിക്കുന്നു. അതിനിടെയാണ് ഇപ്പോൾ ബൈഫവ് കുമാറിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിനീഷ. ജിൽബി, അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം BJP സ്വാതി മലിവാളിനെ വെച്ച് AAPക്കെതിരെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യുദ്ധതന്ത്രമാണ് ഈ സ്വാതി മലിവാളിന്റെ പുതിയ ആരോപണം എന്നാണ് AAP പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു വശത്ത് BJP AAPയെ പ്രതിരോധത്തിലാക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ AAP ഈ സ്വാതി മലിവാളിന്റെ ആരോപണത്തിന് എതിരെ പുറത്തുവിടുന്നു. പക്ഷേ അപ്പോഴും സ്വാതി മലിവാളിന്റെ ദേഹത്ത് മർദ്ദനമേറ്റതിനുള്ള പാടുകൾ ഉണ്ട് എന്ന തരത്തിൽ കൃത്യമായ മെഡിക്കൽ റിപ്പോർട്ട് സ്വാതി മലിവാൾ പുറത്തുവിടുന്നു. സ്വാതി മലിവാളിന്റെ പരാതിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ PA അറസ്റ്റിലാകുന്നു. AAP പ്രതിരോധത്തിലാവുകയാണോ? വിനിഷ, എന്തായാലും കൃത്യമായ നീക്കങ്ങളോടെ അല്ലെങ്കിൽ അതിവേഗതയിലാണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം AAP ശക്തമായിട്ടുള്ള പുറത്തുവിടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് BJP ആണ് ഇതിന് പിന്നിൽ, BJPയും സ്വാതിയും ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഇത്തരത്തിൽ കെജ്രിവാളിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ AAP ശക്തമാക്കുമ്പോഴും ദില്ലി പോലീസ് ഇതൊന്നും മാനിക്കാതെ, അല്ലെങ്കിൽ ഈ സ്വാതി മലിവാളിന്റെ പരാതിയിൽ അതിവേഗത്തിൽ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബൈഫവ് കുമാറിനെ ഇപ്പോൾ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ AAPയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ദില്ലി പോലീസിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വരുമ്പോഴും AAPയും സമാനമായ രീതിയിൽ BJPയെയും അതുപോലെ തന്നെ സ്വാതി മലിവാളിനെയും പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നിലവിൽ ഇപ്പോൾ AAP ആരോപിക്കുന്നത്, കാരണം ഇത്തരത്തിൽ BJPയുമായിട്ട് സ്വാതി മലിവാൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിനാൽ തന്നെ സ്വാതിയുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിക്കണമെന്നും AAP നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ അതിഷി മെർലേന മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്, അതായത് അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്ന സ്വാതി മലിവാൾ കേന്ദ്ര ഏജൻസികളെ ഭയന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിനാൽ തന്നെ ഈ അന്വേഷണ ഏജൻസികളെയൊക്കെ ഭയക്കുന്നതിനാൽ BJPയിൽ ചേരുമെന്നുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അതിഷി മർലേനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിവാദങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾ, വിമർശനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ AAP ഉയർത്തുന്നത്. ഒപ്പം BJPയും ഇതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കെജ്രിവാളിനെതിരെ ഉള്ള ഏറ്റവും വലിയ ഒരു ആയുധമായിട്ട് തന്നെയാണ് BJP ഇതിനെ കാണുന്നത്. കാരണം ഇടക്കാല ജാമ്യം ലഭിച്ചു, വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കെജ്രിവാൾ നടത്തുന്നു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ദില്ലിയിലും മറ്റ് രാജ്യവ്യാപകമായിട്ട് തന്നെ വലിയൊരു തിരിച്ചടി ഉണ്ടായിരുന്നു. അതിനാൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. അതിലിപ്പോൾ ദില്ലി പോലീസിന്റെ ഈ നീക്കം വലിയ രീതിയിലുള്ള ഒരു ദില്ലി പോലീസിന്റെ ഈ നീക്കമാണ് ഇപ്പോൾ AAP ചോദ്യം ചെയ്യുന്നത്. കാരണം ഇത്ര പെട്ടെന്ന് ഇത്ര വേഗത്തിൽ ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ AAP ചോദ്യം ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഇപ്പോൾ ബൈഫവ് കുമാറിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിൽ ബൈഫവ് കുമാറിനെ എത്തിച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്നത്. വിനിഷ. ശരി, ജിൽബി തോംസൺ ആണ് വിശദാംശങ്ങൾ നൽകി വന്നത്.
ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വൈഭവ് കുമാർ അറസ്റ്റിലായിരിക്കുന്നു. ദില്ലി പോലീസാണ് ഇദ്ദേഹത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്.